വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണിന്ന്. എൻ്റെ രണ്ടാമത്തെ കൃതിയുടെ പ്രകാശനം ഇന്നേ ദിവസം ഞാൻ ചെയ്യുകയാണ്. പുസ്തകത്തിൻ്റെ കവർ പേജ് റിലീസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതെല്ലാം തന്നെ നിങ്ങൾ മീഡിയകളിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് കടക്കും. അപ്പോൾ പുസ്തകം ഞാൻ ഒരു ഫാൻസി പേപ്പർ കൊണ്ട് പാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്ത് കാണാം. അപ്പോൾ പ്രവദ ബുക്സാണ് പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ആദ്യ കൃതിയായിട്ടുള്ള രാത്രി എന്ന് പറയുന്ന നോവലും പ്രവദ ബുക്സാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാത്രി ഒരു ഹൊറർ ഫാൻറ്റസി ത്രില്ലർ എന്നുള്ള വിഭാഗത്തിൽപ്പെടുന്ന നോവലായിരുന്നു എങ്കിൽ ഈ കള്ളൻ എന്നുള്ള എൻ്റെ ഈ രണ്ടാമത്തെ നോവല് ഒരു ആക്ഷേപഹാസ്യം എന്ന മേഖലകളിൽ ഉൾപ്പെടുന്ന ഒരു കൃതിയാണ്. അതായത് കോമഡി ആൻഡ് ട്രാജഡി, വളരെ വിഭിന്നമായിട്ടുള്ള രണ്ട് ശാഖകളിൽപ്പെട്ട നോവലുകളാണ്. രണ്ട് വിഭാഗങ്ങളിൽപ്പെട്ട നോവലുകളാണ് രണ്ട്. അപ്പോൾ മുൻവശത്ത് കണ്ടല്ലോ, ഇതിൻ്റെ ഒരു കവർ ഡിസൈൻ നിങ്ങൾ കണ്ടല്ലോ. അത് കള്ളൻ എന്നാണ് നോവലിൻ്റെ ടൈറ്റിൽ കണ്ടു. അതുപോലെ പുറകുവശത്ത് മറ്റുള്ള ഡീറ്റെയിൽസും എൻ്റെ ചിത്രവും മറ്റുള്ള ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്ലർബ് ഞാനൊന്ന് വായിക്കാം. ഞണ്ടും കുഴിയിൽ കാലങ്ങളായി വളർത്തുമൃഗങ്ങൾ കാണാതാകുന്നു. ആരായിരിക്കും ഇതിനു പിന്നിൽ? പോലീസും മറ്റു പലരും കള്ളനെ പിടികൂടാൻ തയ്യാറായി കഴിഞ്ഞു. വടയദേവ ഭക്തൻ സുമേഷ്, അദൃശ്യ ശക്തികളെ കൊണ്ട് ഞെരിപിരി കൊള്ളുന്ന ഗോപി, സ്ത്രീ ശാപത്താൽ നൊമ്പരപ്പെടുന്ന ബാലൻ, അയാളെ ചൂഷണം ചെയ്യുന്ന പരമുവിൻ്റെ ഭക്ത സുഗുണി, സമാന കഥാപാത്രങ്ങൾ വേറെ. ഹാസ്യവും ആക്ഷേപഹാസ്യവും നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെ അനുവാചകരെ ആനയിക്കുന്ന കൃതി. 240 രൂപയാണ് പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത്. 80ഓളം കൃതികൾ നമ്മുടെ എഗ്രിമെൻ്റ് പ്രകാരം പ്രവദ ബുക്സ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുസ്തകങ്ങളെല്ലാം തന്നെ സൈൻഡ് കോപ്പി ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ സൈൻഡ് കോപ്പി ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ഒപ്പം തന്നെ പുസ്തകത്തിൻ്റെ ഫെയർ ആയിട്ടുള്ള കോപ്പി ആവശ്യമുള്ളവർക്ക് പ്രവദ ബുക്സിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, അതുപോലെ ആമസോണിൽ നമുക്ക് ഓൺലൈൻ വഴി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആമസോണിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്, ഫ്ലിപ്കാർട്ടിൽ ഇല്ല. അപ്പോൾ ആമസോണിൽ ഇത് ലഭിക്കുന്ന ലിങ്ക് കൂടി ഞാൻ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ പ്രവദ ബുക്സ് അയച്ചു തന്നിട്ടുള്ള 80ഓളം പുസ്തകങ്ങളുടെ ഒരു അൺബോക്സിങ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ, ആ ഒരു ക്ലിപ്പ് കൂടി ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം വീഡിയോയിൽ എൻഡിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവരും അത് കൂടി കാണാനായിട്ടും പുസ്തകം വാങ്ങിയും വായിച്ചും സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.